സുഹൃത്തുക്കളെ, എന്താണ് വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ എല്ലാവർക്കും? റിയാസ് മതപ്പുള്ളിയാണ്. ഈ വോയിസ് നിങ്ങൾ എല്ലാവരും കേൾക്കണം, നിർബന്ധമായിട്ടും കേൾക്കണം. ഈ പ്രവാസിയാണെങ്കിൽ പ്രത്യേകിച്ചും ഈ വോയിസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക. കാരണം ഒരു പ്രവാസിയുടെ മറ്റൊരു അവസ്ഥയാണ് ഞാൻ നിങ്ങൾ പറയാൻ പോകുന്നത്. നമ്മൾ വിചാരിക്കും ഈ പ്രവാസിയുടെ അവസ്ഥ ഇങ്ങനെ പറയുമ്പോൾ ഒരു കഥയാണോ എന്നല്ല. കഥയല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ കൺമുന്നിൽ കാണുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ടാണ് നിർബന്ധമായിട്ടും കേൾക്കണം എന്ന് പറയുന്നത്. 20 വർഷത്തിന് മേലായിട്ട് ഒരു പ്രവാസ ജീവിതം നയിക്കുന്ന ഒരാള് ദുബായിലും അതുപോലെ ബഹ്റൈനിലും ഇപ്പോൾ നിലവിൽ കുവൈത്തിലാണുള്ളത്. അപ്പോൾ ആള് ഈ നവംബറിൽ പ്രവാസം നിർത്തിയിട്ട് നാട്ടിൽ പോവാണ്. എല്ലാം അവസാനിപ്പിച്ചിട്ട് മതിയാക്കിയിട്ട് നാട്ടിൽ പോണ ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. അപ്പോൾ ആളോട് നമ്മൾ സംസാരത്തിനിടയിൽ നമ്മൾ ചോദിച്ചു, 20 വർഷത്തിന് മേലെയല്ലേ, എന്താണ് നിങ്ങളുടെ അവസ്ഥ? നാട്ടിൽ പോയി കഴിഞ്ഞാൽ സമ്പാദ്യം കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചപ്പോൾ ആള് പറഞ്ഞ അവസ്ഥ കേട്ടപ്പോഴാണ് നിങ്ങൾ വീഡിയോ ചെയ്യണമെന്ന് നമുക്ക് തോന്നിയത്. സമ്പാദ്യമായിട്ട് ഒന്നുമില്ല ഇവരുടെ കയ്യിൽ. ഇനിയുള്ള സമ്പാദ്യം ഈ നവംബർ വരെ പണിയെടുത്താൽ കിട്ടുന്ന ആ ശമ്പളം മാത്രമാണ് മൂപ്പരുടെ സമ്പാദ്യമായിട്ടുള്ളത്. അത് മാത്രമല്ല, മൂപ്പര് നിലവിലിപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. സ്വന്തമായിട്ട് സ്ഥലമില്ല, സ്വന്തമായിട്ട് വീടില്ല, വാടക കൊടുത്തിട്ടാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് പണിയാണ് കാട്ടിയത്? നിങ്ങൾ ഇപ്പം നമ്മളൊക്കെ ചോദിക്കുമല്ലോ ഇങ്ങനെ, ഞാനും നിങ്ങളൊക്കെ ഇങ്ങനെ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്തെങ്കിലുമൊക്കെ മാറ്റി വെക്കണ്ടേ? നമ്മൾ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ പോയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ കിട്ടുന്ന ശമ്പളത്തിന് എന്തെങ്കിലുമൊക്കെ മാറ്റി വെക്കാറുന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് ആള് പറഞ്ഞത്, അങ്ങനെ ഒരു വിഡ്ഢിത്തരം, അങ്ങനെ ഒരു അബദ്ധം എന്ന് സംഭവിച്ചു, ഞാനത് ശ്രദ്ധിച്ചില്ല, അതിൽ പറ്റിയ വലിയൊരു തെറ്റാണ് എന്നുള്ള ഒരൊറ്റ സംസാരം കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി കേട്ടോ. ഒരു 1000 2000 നമ്മൾ ചോദിക്കും മാറ്റി വെക്കാറുന്നില്ലേ എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞ ഒരു വാക്കാണ് മൂപ്പര്, അങ്ങനെ വിഡ്ഢിത്തരം എനിക്ക് പറ്റി, ഞാൻ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടൊന്നുമില്ല എൻ്റെ കയ്യിൽ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ ഞാൻ ചോദിച്ചു ഇനി എന്താണ് നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാൻ പോകുന്നത് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു, കടയിലും പോയി നിൽക്കണം, അപ്പോൾ 500 400 600 ഒക്കെ കിട്ടുമല്ലോ, ഇനിയിപ്പോൾ എത്ര കിട്ടുകയെന്ന് അറിയില്ല, എങ്ങനെയായാലും അപ്പോൾ നമുക്ക് 500 രൂപ ഉള്ളത് കയ്യിൽ നിന്ന് കിട്ടും, നമ്മുടെ ചിലവിനുള്ള കാര്യങ്ങളൊക്കെ അതിന് കിട്ടും എന്നുള്ളൊരു മറുപടിയാണ് ആള് പറഞ്ഞത്. ഞാനിത് കേട്ടപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ, നമ്മളൊക്കെ പ്രവാസികളാണ്. 5 10 20 എത്ര കൊല്ലമാണ് നമ്മുടെ അവസ്ഥ എന്നറിയില്ല, നിൽക്കേണ്ടി വരിക എന്നറിയില്ല. ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ശമ്പളം എത്ര ആയിക്കോട്ടെ, അതിൽ നിന്ന് നമുക്ക് എന്താണോ മാറ്റി വെക്കാൻ കഴിയും, നമ്മുടെ സേവിങ് ആയിട്ട്, നമ്മുടെ സ്വന്തം എന്ന് പറയുന്നത് സേവിങ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റി വെച്ചാൽ 1000 2000 5000 എത്രയാണ് മാറ്റി വെക്കാൻ കഴിയുക, എന്തായാലും മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം അവസാനിപ്പിച്ചിട്ട് നമ്മൾ നാട്ടിൽ പോയി നിൽക്കുന്ന സമയത്ത് നമുക്കത് ഒരു ഉപകാരത്തിൽ പെടും. നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒന്നുമില്ല എന്നൊരു തോന്നൽ മാറുന്നതിനോ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ആ ഒരു പൈസ, ആ ഒരു സേവിങ് വളരെ ഉപകാരമാവും എന്നുള്ള ഒറ്റ മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ, അത് എന്നോടും കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഞാനും പ്രവാസിയാണല്ലോ, അപ്പോൾ നമ്മളെല്ലാവരും, ഞാനടക്കമുള്ളവരാവും ശ്രദ്ധിച്ചാൽ, ചെയ്യുന്നുണ്ടാവും എല്ലാവരും ഈ ഇദ്ദേഹത്തെ പോലെ ആയിക്കൊള്ളുന്നില്ല. മൂപ്പരെ പിടിപ്പുകേടാണോ, മൂപ്പരെ കുടുംബത്തിൻ്റെ പിടിപ്പ്, അതൊന്നുമല്ല ഇവിടെ ചർച്ച. നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സമ്പത്തിന് എന്തെങ്കിലുമൊക്കെ മാറ്റി വെക്കണം എന്നുള്ള ഒരു കാര്യം ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. ഞങ്ങൾ പരമാവധി നമ്മുടെ പ്രവാസമൊക്കെ അവസാനിപ്പിച്ച് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, കൂടുതലൊന്നും പറയുന്നില്ല, ഈ ഒരു മെസ്സേജ് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വോയിസ്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം.